കേരള രാഷ്ട്രീയത്തിലെ അപൂർവ ജനുസാണ് പി.സി. ജോർജ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പിണറായി വിജയനും ഉമ്മൻചാണ്ടിക്കും പോലും ജയിക്കാൻ ഉറപ്പില്ലാത്ത നാട്ടിൽ സ്വതന്ത്രനായി 3 മുന്നണികളെയും തോൽപ്പിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പി.സി. ജോർജ് ഇപ്പോൾ നടത്തുന്നത് മരണക്കളിയാണ്. കോട്ടയത്തെ അതിനിർണായകമായ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഒരേ സമയം ഒരുമിച്ചുകൊണ്ട് മകനെ പാർലമെന്റ് അംഗമാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അത്ഭുതത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായി മകൻ ഷോൺ ജോർജിനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള അസാധാരണമായ നീക്കമാണ് ജോർജ് ഇപ്പോൾ നടത്തിവരുന്നത്. ഈ നീക്കം ഏതാണ്ട് വിജയിച്ചു എന്നാണ് കോട്ടയത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജോർജിന്റെ ജനപക്ഷം ഔദ്യോഗികമായി എൻ.ഡി.എയിൽ ചേരില്ലെങ്കിലും എൻ.ഡി.എയുടെ ഭാഗമായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് ജോർജ് പ്രതികരിച്ചത്. 4 സീറ്റുകൾ ചോദിച്ച് കോട്ടയവും പത്തനംതിട്ടയും ഉറപ്പിക്കാനാണ് ലക്ഷ്യം. കോട്ടയത്ത് മകൻ ഷോൺ ജോർജിനെയും സ്ഥാനാർത്ഥിയാക്കും. പരമ്പരാഗത ബി.ജെ.പി. വോട്ടുകൾ, ബി.ഡി.ജെ.എസ്. വോട്ടുകളും കോട്ടയത്തെ ജോർജിന്റെ പോക്കറ്റിലുള്ള വോട്ടുകൾക്കും പുറമെ നാടകീയമായ നീക്കങ്ങളിലൂടെ ജയിക്കാൻ ആവശ്യമായ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കുകയാണ് നീക്കം. ഫ്രാങ്കോ വിഷയത്തിലും സീറോ മലബാർ ഭൂമി ഇടപാടിലും ഇടപെട്ട് ജോർജ് ക്രിസ്ത്യൻ വോട്ട് ഉറപ്പിച്ചതിനു പിന്നാലെ ശബരിമല വിഷയത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വഴി ഹിന്ദു വോട്ടുകളും ഉറപ്പിച്ചു കഴിഞ്ഞു. കന്യാസ്ത്രീ പീഡന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുടുങ്ങിയപ്പോഴും തന്ത്രപരമായ നിലപാടെടുത്തു. ഇതോടെ കത്തോലിക്ക സഭയുടെ കണ്ണിലുണ്ണിയായി ജോർജ് മാറിക്കഴിഞ്ഞു. സഭാഭൂമി തർക്കത്തിലും ഉറച്ച നിലപാടുമായി ചാനൽ ചർച്ചയിലെത്തിയത് ക്രൈസ്തവ സഭയുടെ സംരക്ഷകനായിട്ടായിരുന്നു. കരുതലോടെയാണ് എല്ലായിടത്തും ഇടപെടൽ നടത്തിയത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ പ്രാദേശികത തനിക്കൊപ്പമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സഭയുടെ സംരക്ഷണമായി സ്വയം അവതരിച്ച താരമായ ജോർജിന് ശബരിമല വിഷയം സുവർണാവസരമായി മാറി. വിശ്വാസികൾക്കൊപ്പം നിന്ന് കോട്ടയത്തെ ഹൈന്ദവ രാഷ്ട്രീയവും തനിക്ക് അനുകൂലമാക്കി. കേരള കോൺഗ്രസുകാരുടെ പരമ്പരാഗത വഴികളിൽ മകൻ ഷോൺ ജോർജിന്റെ രാഷ്ട്രീയ ഇരിപ്പിടം ഉറപ്പിക്കുകയാണ് ഈ അത്യപൂർവ ഫോർമുലയിലൂടെ ജോർജ് ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ ഊറ്റം കൊണ്ട ജോർജ് ബി.ജെ.പിയോടൊപ്പം ചേരുന്നതും മകനെ കരുതിയാണ്. കെ.എം. മാണി മകന് മാത്രം അവസരങ്ങൾ നൽകുന്നുവെന്നതാണ് ജോർജിന്റെ സ്ഥിര ആക്ഷേപങ്ങളിലൊന്ന്. ഇപ്പോൾ ജോർജും ആ പരമ്പരാഗത വഴി തുറക്കാൻ ശബരിമല പാത അവസരമാക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.